ശ്രീമതി മല്ലിക സുകുമാരൻ ഇന്നലെ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ വായിച്ചതാണ്. വളരെ രൂക്ഷമായ ഭാഷയിൽ പൃഥ്വിരാജിനെതിരായ വിമർശനങ്ങളിലുള്ള മറുപടിയായിരുന്നു. ഇന്നിപ്പോൾ ഓർഗനൈസറിലെ ലേഖനത്തിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനങ്ങൾ തുടരുകയാണ് RSS കേന്ദ്രങ്ങളിൽ നിന്ന്. എന്റെ പൊന്നു കുഞ്ഞെ, ഓർഗനൈസറിൽ വരുന്ന ലേഖനവും ഇവിടുന്ന് ഇപ്പൊ ഇങ്ങനെ വേറെ ഏതാണ്ടൊക്കെ ഒരു ചാനലിൽ പറയുമെന്ന് പറയുന്നുണ്ട്. റഡാറിൽ കൂടെ പ്രധാനമന്ത്രി, ഇതൊക്കെയാണ് അവർക്ക് ജോലി. ഡൽഹിയിൽ റഡാറിൽ കൂടെ പടം കണ്ടൊട്ടിക്കലാണോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ജോലി? അല്ല, എന്തൊക്കെയാണ് ഇവര് പറയുന്നത്? പ്രധാനമന്ത്രി കണ്ടുവന്നല്ല ലേഖനത്തിൽ പറയുന്നത്. ശരി, എന്താ പ്രധാനമന്ത്രി കണ്ടെന്നല്ല ലേഖനത്തിൽ പറയുന്നത്. അല്ലല്ലല്ല, അതന്നെ വേറെ ന്യൂസ് കേട്ടത് ഞാൻ പറയാം. ഓർഗനൈസറിന്റെ കാര്യം ഞാൻ കണ്ടു. കൂടാതെ ഇന്നലെ ഏതോ ഒരു ചാനലിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും എനിക്ക് അയച്ചു തന്നാണ് റഡാറിൽ കൂടെ പടം കാണണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. എങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പോവുക. അത് പോട്ടെ, ഓർഗനൈസറിൽ വന്നു എന്ന് പറഞ്ഞു. അതിന് എന്തുമാത്രം ഇവിടുന്ന് ഫീഡ്ബാക്ക് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത്ര ആരുമില്ലാത്ത ഒരു അനാഥ അവസ്ഥയിലാണ് മല്ലിക സുകുമാരനും കുടുംബവും ആരും ധരിക്കരുത്. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന കാലം തൊട്ട് ഈ ഭൂമിയിലുള്ള ഒരാളാണ് മല്ലിക സുകുമാരൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ പഠിച്ച് സംസാരിക്കുക. പണ്ടുള്ള ഇവരുടെ നേതാക്കന്മാര് എന്താണ് സംഘി എന്നുള്ള വാക്ക് എന്നുകൊണ്ടാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഈ ഞങ്ങളെ കിടന്ന് ആക്രമിക്കുന്നവരൊക്കെ അവരാ സംഘികളാ പറയുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കണ്ട കാലത്തുള്ള നേതാക്കന്മാര് പറയുന്നത് സംഘപരിവാർ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന. അതിനൊരു മാന്യതയുണ്ട് ആ വാക്കിന്. സംഘി, കമ്മി, കൊങ്കി ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നും. അതുകൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാർ പിള്ളേരെ, നിങ്ങൾ ഇതൊക്കെ മാറ്റിയിട്ട് ഈ പ്രസ്ഥാനം ആരുണ്ടാക്കി, എന്തുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെയുള്ള ചരിത്രം ഒരു വരി വായിച്ചങ്ങ് പിന്നെ അതിനെ വെച്ച് ഇവര് സംസാരിക്കരുത്. ഇത് പൃഥ്വിരാജിനെതിരെ ഞാൻ പറഞ്ഞപ്പോ ഞാൻ പോസ്റ്റ് ഇട്ടത് എന്താന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങള് സഹോദര കണ്ടതല്ലേ. പൃഥ്വിരാജ് ആരാണ്ടൊക്കെ ചതിച്ചെന്ന്. പൃഥ്വിരാജിനെ ആരെയും ചതിച്ച് ഒരു മണലാരണ്യത്തിൽ നിന്നും ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ നിന്നും ഒരു പൈസ വാങ്ങിച്ച് ഇടണ്ട. അപ്പൊ അത് എന്റെ ആവശ്യം നമുക്കില്ല. അതൊക്കെ വേറൊന്നുകൊണ്ടല്ല, അങ്ങനെ ജീവിക്കാൻ പാടില്ല. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി തന്നെ ജീവിക്കണം ചെറുപ്പക്കാര്. ആ പക്ഷക്കാരിയാണ് ഞാൻ. എന്റെ കുഞ്ഞ് ഒരുത്തൻ്റെന്ന് ഒരു കൈമടക്ക് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ 100% പ്രഖ്യാപനമായിട്ട് പറയണം. ഒന്ന് തെളിയിച്ചാട്ടാരെങ്കിലും. അപ്പൊ അതൊക്കെ വിട്. അങ്ങനെയൊന്നും ഞങ്ങളെ പേടിപ്പിക്കണ്ട ആരും. അവിടെ വന്നു, ഇവിടെ വന്നു, മറ്റിടത്ത്. എനിക്കതുപോലെ പോയി പറയാൻ എനിക്കും ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നിടത്ത് പറയുന്നുണ്ട്. ഞാനും പറയാൻ പോകും. പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ ചില പ്രവർത്തനങ്ങളെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെനിക്ക് ഉത്തരം പറയൂ. ഒരു അമ്മയല്ലേ, 17 വയസ്സായ ഒരു അമ്മയല്ലേ പറയൂ. അല്ല, ആരോ പണം, അതാണ് അതിന്റെ കറക്റ്റ് വേർഡ്. ആരോ പണം വന്നിരിക്കുകയല്ല, ആരോ പണം കൊടുത്തിരിക്കുന്നു, ഇതൊക്കെ പറയാൻ. അത്രേ ഉള്ളൂ സംഭവം. അല്ലാതെ പൃഥ്വിരാജിനല്ല കിട്ടിയിരിക്കുന്നത്. ആ പറഞ്ഞ വാക്കാണ് കറക്റ്റ്. ആരോ പണം ചെലവാക്കി അവനെ ചീത്ത വിളിക്കണം. എനിക്കറിയാം. അല്ല, പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ ഇതിൽ മോഹൻലാൽ ഇന്നലെ ഒരു ഖേദപ്രകടനം നടത്തി. പൃഥ്വിരാജ് അത് ഷെയർ ചെയ്യാണ് ഉണ്ടായത്. ഈ ഫിലിം മേക്കർ എന്ന നിലയിൽ ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പൃഥ്വിരാജ് ഓൺ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വിവാദം ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു അസ്വാരസ്യം വരുമ്പോൾ പൃഥ്വിരാജിനെ നേരിട്ട് തന്റെ നിലപാട് വ്യക്തമാക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉള്ളതല്ല. അല്ല, അങ്ങനെ സംസാരിച്ചു പോകരുത്. ഞാനിങ്ങനെ ചാനലിൽ സംസാരിക്കുന്ന ആളല്ല. അങ്ങനെയല്ല. പൃഥ്വിരാജ് അല്ല ഫിലിം മേക്കിംഗ്. ഫിലിം മേക്ക് ചെയ്യണം എന്നും പറഞ്ഞ് കാശുള്ളവർ പൃഥ്വിരാജിനെ വിളിച്ച് ഇതിന്റെ സംവിധാനം ചെയ്യണം, ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ട് എടുക്കണമെന്ന് പറയുമ്പോൾ അവന് കിട്ടിയ ഒരു വലിയ ചാൻസ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? പൃഥ്വിരാജ് പരമാവധി നന്നായിട്ട് കിട്ടിയ സ്ക്രിപ്റ്റ് എഴുതിയ ആളും പണം മുടക്കുന്ന ആളും അതിലെ പ്രധാന നടനുമായ ശ്രീ മോഹൻലാൽ അടക്കമുള്ളവരുമായിട്ട് ഇരുന്ന് എത്രയോ ആഴ്ചകളോളം ചർച്ച ചെയ്ത് ശരി നമ്മൾ എടുക്കാം എന്ന് പറയുന്നു. ലൊക്കേഷൻസ് അതേ ഉള്ളൂ പൃഥ്വിരാജിന്റെ ജോലി. പൃഥ്വിരാജ് പല വിഷയങ്ങളിലും നിലപാടുകൾ പറയാറുള്ള പൃഥ്വിരാജ് ഇതിൽ നിശബ്ദത പാലിക്കുന്നു എന്നാണ് ഉയരുന്ന വിമർശനം. ഏതിനകത്ത് നിശബ്ദത? അതായത് ഈ വിഷയങ്ങളിൽ ഇപ്പൊ മോഹൻലാൽ ഇങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തി, എന്റെ ആരാധകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, അതിൽ തിരുത്തൽ വരുത്താൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ നിലപാട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടെങ്കിലും വരാമല്ലോ. അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. പൃഥ്വിരാജിന്റെ നിലപാട് പൃഥ്വിരാജ് വല്ലതും പറഞ്ഞോ? പൃഥ്വിരാജ് ഇത് പടം മോശമാണെന്നോ ഞാൻ ആരെങ്കിലും ചതിച്ചെന്നൊക്കെ പറയുന്ന ആൾക്കാരെ അവരല്ലേ മറുപടി പറഞ്ഞത്? പൃഥ്വിരാജിന്റെ മറുപടി പറഞ്ഞേ. പൃഥ്വിരാജിനെതിരാവോ പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന് മറുപടി പ്രതീക്ഷിക്കുക സ്വാഭാവികമല്ലേ? അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ഇന്നലെ ഇങ്ങനെ ഒരു ഖേദപ്രകടനം എഴുതിയിടേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പൃഥ്വിരാജിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ പൃഥ്വിരാജ് ആരെയോ ചതിച്ചു എന്നാണ്. അത് ചതിച്ചിട്ടില്ല എന്നുള്ള 100% ഇതിന്റെ നിർമ്മാതാക്കൾക്കും കൂടെ നിന്നവർക്കും യൂണിറ്റുകാർക്ക് അടക്കം അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് നിർമ്മാതാക്കൾ പറയണം എന്തിനാണ് പൃഥ്വിരാജിന്റെ നേരെ ഈ അമ്പ
ചെയ്യുന്നത്? അയാൾ ഒന്നും അറിഞ്ഞിട്ടില്ല. കാശ് മുടക്കി ഒരു പടം നന്നായിട്ട്, നിങ്ങളടക്കമുള്ള ചാനലുകാർ പറഞ്ഞില്ലേ, ഗംഭീരമായിട്ട് ഒരു എന്താ പറയാ മറ്റേ ഹോളിവുഡ് സ്റ്റൈലിൽ എടുത്തിരിക്കുന്ന പടം. ഇതാ ഇന്നുകൊണ്ട് എനിക്ക് കാനഡ എന്നൊരു മെസ്സേജ്. 3 ഷോയൊക്കെ ഉണ്ട്. ഒരു ഷോയാണ് സാധാരണ അവിടെ ചേച്ചി ഓയോ ഗംഭീര പടം ഭയങ്കരമായിരിക്കുന്നത്. അത് ഇതൊന്നും അറിഞ്ഞിട്ടല്ല, ഈ പടം എടുക്കുന്ന ഫിലിം മേക്കിങ്ങിനെ കുറിച്ച്. അപ്പൊ പൃഥ്വിരാജിന്റെ ജോലി ആ ഫിലിം പറഞ്ഞതുപോലെ എടുത്തു കൊടുത്തു. പിന്നെ പൃഥ്വിരാജിനെ ചീത്ത വിളിക്കുന്നതിന് പൃഥ്വിരാജ് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ പ്രതികരിച്ചത് പൃഥ്വിരാജിനെ ആരെങ്കിലും ചീത്ത വിളി, അതിനു മുമ്പേ എത്രയോ വിളിച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇവിടെ കമ്മീഷണർ സിനിമ വന്നപ്പോ എന്തായിരുന്നു ബഹളം അറിഞ്ഞൂടെ? എല്ലാവരും അന്നത്തെ കോൺഗ്രസിലെ പ്രമുഖരായ പല വ്യക്തികളും മറ്റു പാർട്ടികളും എല്ലാവരും ഇതിങ്ങനെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ചു. ആ ഭാഷ ശരിയല്ല, രഞ്ജിത്ത് പണിക്കരുടെ ഡയലോഗ് ശരിയല്ല, എന്തൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ വല്ലതും സംഭവിച്ചു? ഇപ്പൊ അതല്ല. ഇപ്പം നടക്കുന്നത് ഈ പടം ഇറങ്ങാതിരിക്കാനായിട്ടുള്ളൊരു വലിയ ശ്രമം നടന്നു. കാരണം തിയേറ്ററുകാർക്ക് ഇതിനകത്ത് 10 പൈസ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഇനി പൃഥ്വിരാജിന്റെ അതങ്ങനെ നടന്നു. അതൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്നിട്ട് ഇതെല്ലാം സഹിച്ച് നമ്മള് ഒരു നയാ പൈസ പൃഥ്വിരാജ് ഈ പടത്തിന് വാങ്ങിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് ഇപ്പോ ഈ സിനിമ കാരണം തിയേറ്ററുകൾ ലാഭത്തിലാവുന്നു, അവർക്കൊരു ഭാഗ്യം. മലയാള സിനിമയ്ക്ക് തന്നെ സത്യത്തിൽ ഈ സിനിമ വന്നുകൊണ്ട് വലിയ തോതിൽ കളക്ഷൻ കിട്ടുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇടങ്കോലിടാൻ ആരാണ് കെട്ടായിട്ട് നിൽക്കണ്ടേ? അപ്പൊ ഇവര് തമ്മി വേർതിരിഞ്ഞ് ഓരോരുത്തരെ പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതി അയക്ക്. അങ്ങനെ നമ്മുടെ എഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലേസാ. അത് ഭഗവാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ എഴുതുന്ന ഇവിടെ ഒരു വിലയില്ല. അറിയാമല്ലോ ആരെയൊക്കെ ചീത്ത വിളിക്കുന്ന ഒരു ദിവസം ആരൊക്കെ. അതിനെന്തപ്പോ അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പോസ്റ്റ് ഇട്ടത് മേജർ രവിയുടെ പോസ്റ്റ് എനിക്ക് കണ്ടപ്പോ വളരെ പ്രയാസം തോന്നി. 3 ദിവസം മുമ്പേ മോഹൻലാൽ ഇരുന്ന് കരയുന്നു, മാപ്പ് എഴുതി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞ് ഞാൻ തരാം. എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? മാപ്പ് എഴുതി തരികയെ മോഹൻലാൽ എന്തിന്?